വയ്ക്കുകയും ദൈവത്തിന് ബലപ്പെടുത്തിയ കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വേദഭാഗത്തിൽ തന്നെ അതിന്റെ തുടർമാനമായിട്ട് ഒന്നിന്റെ ചിന്തകളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ചിന്തിച്ചുകൊണ്ടിരുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മാർത്ത മറിയ ആ ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 40-ാമത്തെ വാക്യം, മാർത്തയോ വളരെ ശുശ്രൂഷയാൽ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവെ, എന്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നത് നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിപ്പാൻ അവളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസവും നമ്മൾ ചിന്തിച്ചു, അവള് മാർത്തയെ കുറിച്ച് പഠിച്ചപ്പോ ശരിക്കും കർത്താവിനോടുള്ള ഡിവോഷനേക്കാൾ ഉപരി ആ നിമിഷം മാർത്ത കുഴങ്ങിയത് ദൈവത്തോടുള്ള ഒരു ഭക്തി അല്ലെങ്കിൽ സ്നേഹം കാണിക്കേണ്ടിടത്ത് ദൈവത്തെ ശുശ്രൂഷിക്കുന്നതിലുള്ള ഒരു നിരാശയാൽ കുഴങ്ങുന്ന, അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞ ഡിവോഷൻ വേണ്ടിടത്ത് ഡിവോഷൻ ഇല്ലാതെ എന്താ പറയാ ഫ്രസ്ട്രേഷനാൽ നിരാശയാൽ കുഴങ്ങുന്ന ഒരു മാർത്തിയ നമ്മളോട് കാണുന്നത്. സ്തോത്രം. ശരിക്കും ദൈവം അത് ആഗ്രഹിച്ചു? ഒരിക്കലും കർത്താവ് ആഗ്രഹിച്ചിട്ടില്ല. അത് ആ ഒരു സിറ്റുവേഷൻ അവളുടെ മനസ്സിനെ ദൈവം അവിടെ തൊട്ട് സൗഖ്യമാക്കുന്ന ആ ഒരു സ്റ്റേജാണ് നമുക്കത് വായിച്ചു വരുമ്പോഴേക്കും അതിന്റെ അവസാന ഭാഗത്തോട്ട് യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടത് എന്താണെന്നുള്ളത് കർത്താവ് വെളിപ്പെടുത്തി കൊടുക്കുക ചെയ്തത്. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നാം കണ്ടുവരുന്ന ക്രിസ്തീയ കോണത്തിൽ പലരും ഇതുപോലെയാണ്. കർത്താവിന് അവരെ വേണം, ഹല്ലേലൂയ എന്നൊരു ചിന്തയിൽ ഇങ്ങനെ ദൈവത്തെ സേവിക്കുന്നവരെ കാണാൻ സാധിക്കും. അതായത് ഞാൻ ഇന്നൊക്കെ കർത്താവിന് ചെയ്യണം, ഇന്ന രീതിയിലൊക്കെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞ ആക്ടിവിറ്റീസിൽ ഒരുപാട് നിന്നിട്ട് അവർ മറന്നു പോകുന്ന കാര്യം അവർക്ക് കർത്താവിന് വേണം. ഐ നീഡ് ജീസസ്. അല്ലെങ്കിൽ ഇപ്പൊ പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയും സുമയ്ക്ക് യേശുവിനെ വേണം എന്ന കാര്യം സുമ മറന്നു പോയിട്ട് യേശുവിന് സുമയെ വേണം എന്ന് പറഞ്ഞ് കരുതി പ്രവർത്തിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മാർത്തയുടെ അവസ്ഥ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഫാക്ട് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും യേശുവിനെ വേണം, ഹല്ലേലൂയ. പക്ഷെ എപ്പോഴേലും നമ്മുടെ തലയിൽ യേശുവിന് എന്നെ വേണം എന്നൊരു ചിന്തയിലോട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ സത്യത്തിൽ സംഭവിക്കുന്നത്, ഹല്ലേലൂയ, നമ്മൾ വലിയൊരു മെയിൻ തിങ് അവിടെ മിസ്സാവുക ചെയ്യുന്നത്. കാരണം യേശുവിന് എനിക്ക് യേശുവിനെ വേണം എന്നുള്ള ചിന്തയാണ് സത്യത്തില് നമ്മുടെ കുറവുകളെ തീർക്കുന്ന ദൈവം, നമ്മളെ വ്യക്തമായിട്ട് കാണുന്ന ദൈവം. എവിടേക്കോ എനിക്ക് ഇനിയും നന്നാകാനുണ്ട്, എവിടേക്കോ എനിക്ക് ഇനി പെർഫെക്റ്റ് ആകാനുണ്ട്. ഇപ്പൊ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ പോരാ, എനിക്ക് കൂടുതൽ യേശുവിന് വേണം, എനിക്ക് കൂടുതൽ യേശു. ആ ഒരു ചിന്തയായിരിക്കണം നമ്മൾ എപ്പോഴും ഭരിക്കേണ്ടത്. സ്തോത്രം. യേശുവിന് എന്നെ വേണം. ഓഫ് കോഴ്സ് കർത്താവ് നമ്മളെല്ലാവരും വേണം. പക്ഷെ അതിലുപരിയായിട്ട് എനിക്ക് യേശുവിനെ വേണം വ്യക്തിപരമായ ലൈഫിൽ. സ്തോത്രം. ഇവിടെ ഒരുപാട് ചിന്തകൾ കർത്താവിന്റെ മനസ്സിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് ഒരു കാര്യം മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആഗ്രഹിക്കും. വളരെ ശുശ്രൂഷ കുഴങ്ങിയിട്ട് സ്തോത്രം. അവളുടെ മൈൻഡ് അത്രമാത്രം കർത്താവ് ഒന്ന് വന്നു. ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ ദേവദാസന്മാർ അല്ലെങ്കിൽ ദൈവമക്കളൊക്കെ അല്ലെങ്കിൽ നമ്മളെ പ്രിയപ്പെട്ടവരൊക്കെ വീട്ടിലോട്ട് വരുമ്പോഴേക്കും നമ്മള് വന്ന് കയറിയ ഉടനെ നമ്മൾ പോയിട്ട് അവരോട് മിണ്ടാൻ, അവരുടെ കൂടെ ഇരിക്കാനോ അല്ലെങ്കിൽ അവരോട് വിശേഷങ്ങൾ പറയാനോ അല്ലെങ്കിൽ അവരിൽ കേൾക്കാനോ ആഗ്രഹിക്കാതെ നമ്മൾ പോയിട്ട് ജോലി ചെയ്യാതെ, ഓക്കെ, അവർ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നത്, അവർക്ക് സന്തോഷിപ്പിക്കാതെ ചെയ്യുന്നത്. പക്ഷെ മെയിൻ തിങ്, ഹല്ലേലൂയ, വന്നിരിക്കുന്നത് ആരെന്നറിയാതെ അവിടെയാണ് മാർത്തയ്ക്ക് തെറ്റിപ്പോയത്. സ്തോത്രം. ഹല്ലേലൂയ. മാർത്തയ്ക്ക് വേണ്ട ആൾ അവിടെ ഇരിക്കുമ്പോൾ മാർത്ത എന്തൊക്കെയോ അയാൾക്ക് വേണ്ടി ചെയ്യാൻ പോയി. അയാളെന്ന് പറയുന്നത് കേട്ടോ, കർത്താവിന് വേണ്ടി, ഞാൻ പറഞ്ഞത് കർത്താവിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യാൻ പോയി. അവിടാണ് മാർത്തയ്ക്ക് തെറ്റിപ്പോയത്. സ്തോത്രം. ദൈവമക്കളെ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്താലും നമ്മുടെ കരങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വായ കൊണ്ട് ഒക്കെ നമ്മൾ കർത്താവിന് വേണ്ടി പക്ഷെ കൂടെ നമ്മൾ ഭയങ്കര പ്രാർത്ഥിക്കുമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുമായിരിക്കാം. പക്ഷെ അതിലുപരിയായിട്ട് നമ്മുടെ ഹാർട്ട്, നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കാൻ നമ്മൾ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നത്. സ്തോത്രം. ഹൃദയമാണ് കർത്താവിന് ആദ്യം വേണ്ടത്. കർത്താവ് ചോദിക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളോ നമ്മുടെ കാലുകളോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, ബാക്കിയെല്ലാം കൊടുത്തിട്ടും നമ്മുടെ ഹൃദയത്തെ വേണ്ട വിധത്തിൽ ദൈവത്തിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും, നമ്മൾ പരാജയപ്പെട്ടു പോകും. വലിയ പ്രതിസന്ധി ജീവിതത്തിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ.
നമ്മൾ തളർന്നു പോകും. പലരും പിന്മാറി പോകുന്നതിന്റെ കാര്യം അവിടേക്കാണ്. സ്തോത്രം. ഹൃദയം വേണ്ട വിധി കർത്താവിൽ പകരാൻ കഴിയാത്തതുകൊണ്ട്, കർത്താവിന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട്, അതിന്റെ കൺട്രോൾ നമ്മൾ പിടിച്ചു വെക്കാതെ കർത്താവിന് കൊടുക്കുമ്പോൾ സ്തോത്രം, ഹാലലൂയ, ബാക്കി എല്ലാ കാര്യങ്ങളും കാല് നിൽക്കേണ്ടോടത്ത് നിൽക്കും, കൈ നിൽക്കേണ്ടോടത്ത് നിൽക്കും, വായ നിൽക്കേണ്ടോടത്ത് നിൽക്കും, ചിന്തകൾ നിൽക്കേണ്ടോടത്ത് നിൽക്കും. ആവശ്യമില്ലാതെ കാടുകയറിയ ചിന്തകളിലൂടെ നമ്മൾ പോകത്തില്ല. ഹാലലൂയ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നാം പറയത്തില്ല, പ്രവർത്തിക്കത്തില്ല. സ്തോത്രം. നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആകത്തുമില്ല. സ്തോത്രം. നാം ചെയ്യേണ്ട കാര്യം നമ്മുടെ ഹൃദയത്തെ തമ്പുരാന്റെ കൊടുക്കുക. സ്തോത്രം. ഹാലല, ഏതൊക്കെ ഏരിയകളാ പ്രശ്നമുള്ളത് നമുക്കറിയത്തില്ല. ഹാലല, നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഒരു ഡോക്ടർ ഹാലല നമ്മെ പരിശോധിക്കുമ്പോൾ ആ ഡോക്ടർക്ക് അറിയാം, അല്ലെങ്കിൽ ആ റിസൾട്ട് നോക്കി അദ്ദേഹത്തിന് അറിയാം നമ്മുടെ ഏതൊക്കെ പ്രശ്നങ്ങൾ, എവിടേക്കാണ് നമുക്ക് പരാജയങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ഏറ്റവും വലിയവനായ ഡോക്ടറുടെ കയ്യിലോട്ട് നമ്മളെ കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ പെർഫെക്റ്റ് ആകുന്നുള്ളൂ. നമ്മളവിടെ നമുക്ക് വേണ്ട ഹീലിംഗ് നടക്കുന്നുള്ളൂ. ഇവിടെ നോക്കിക്കോണേ, വളരെ ശുശ്രൂഷയെ കുഴങ്ങിയിട്ട് അടുക്ക വന്ന്, കർത്താവേ, എന്റെ സഹോദരി ശുശ്രൂഷിക്കാൻ തനിച്ചു വിട്ടിരിക്കുന്നതിന് നിനക്ക് വിചാരമില്ലേ? ഇപ്പൊ കുറ്റം മുഴുവൻ ആൾക്കായി കർത്താവിനായി. സ്തോത്രം. ഒരു കാര്യം ഉള്ളപ്പോൾ എന്റെ സഹോദരി എന്നെ തനിച്ചു വിട്ടിരിക്കുന്നില്ല. അപ്പൊ അവിടെ ഒരു കമ്പാരിസൺ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ എന്ന് ചെയ്യുന്നു, എന്റെ സഹോദരി എന്ന് ചെയ്യുന്നു. സ്തോത്രം. നമ്മുടെയൊക്കെ പല ഭവനങ്ങളിൽ നടക്കുന്ന ഒരു വഴക്കിന്റെ ഒരു മെയിൻ കാരണമാണ് സ്തോത്രം. നമ്മൾ കമ്പയർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഹസ്ബൻഡ് അവിടെ ചുമ്മാ ഇരുന്ന് പത്രവും വായിച്ചിരിക്കും, നമ്മൾ അടുക്കളയിൽ കിടന്ന് ഭയങ്കര പണികളൊക്കെ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് തന്നെ ആയിക്കോട്ടെ. സ്തോത്രം. ഒരാൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും കാണാറ്, ഇവിടെ അച്ഛൻ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങ് വഴക്കുണ്ടാക്കുന്നത്, കമ്പാരിസൺ. അപ്പൊ ശരിക്കും അതൊരു ഹ്യൂമൻ നേച്ചറാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. പക്ഷെ അത് സ്പിരിച്വലി നമ്മൾ അതിനെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ്. പല കുടുംബ പ്രശ്നങ്ങളും തുടങ്ങുന്നത് ഇപ്പറഞ്ഞ ഒരു ഇല്ലീഗലായിട്ടുള്ള ഒരു ഹ്യൂമൻ കമ്പാരിസണിൽ നിന്നാണ്. ഹല്ലേലൂയ. സ്തോത്രം. കാരണം അത് നമ്മുടെ ജഡത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. ആക്ച്വലി അത് അവിടെ വേണ്ടതാണോ എന്ന് സ്പിരിച്വലി ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അതിന് ആൻസർ അവിടെ കിട്ടുന്നുള്ളൂ. സ്തോത്രം. ഇവിടെ എന്റെ സഹോദരൻ ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ചു വിട്ടിരിക്കുന്നതിന്, അതായത് ഞാൻ വിചാരിക്കുന്നില്ല മേരി പറഞ്ഞു കാണും, ഹാലലൂയ, മാത്യു നീ പോയി ചെയ്യുന്ന പറഞ്ഞു വിട്ടതെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. സ്തോത്രം. മേരി ഒരു കാര്യം ചെയ്തു. ആക്ച്വലി അവരുടെ കുടുംബത്തിന് വേണ്ടത് യേശുവിനെയാണ്. അവർ രണ്ടുപേരും യേശുവിനെ വേണ്ടവരാണ്. മേരി അതിന് പോയി യേശുവിന്റെ അടുത്തിരുന്നു. മാത്ത നേരെ കിച്ചണിൽ കയറി ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ മാത്തയ്ക്ക് ചിന്തിക്കാം, ഞാൻ ചെയ്യുമ്പോൾ അവള് കേൾക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ യേശു മേരിയോട് പറയുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം അവളോട് കമ്പാരിസൺ ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാൻ പറ്റും, താരതമ്യപ്പെടുത്താൻ പറ്റും. അപ്പോൾ തന്നെ പറഞ്ഞ, നിനക്ക് വിചാരമില്ലയോ? കർത്താവിന് വിചാരമില്ലയോ? അവളുടെ മനസ്സിൽ നിന്ന് വന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്, നിരാശയിൽ ഉയർന്നു വരുന്ന. സത്യത്തിൽ പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ് വേണ്ടി പറയാം. നിനക്ക് വിചാരമില്ലയോ കർത്താവേ? നീ ഇത് കാണുന്നില്ലേ കർത്താവേ? പലപ്പോഴും നമ്മുടെയൊക്കെയും ചില പ്രയറുകൾ ഇതുപോലെ ആകാറുണ്ട്. കർത്താവെ, അങ്ങ് ഇത് കാണുന്നില്ലേ? കർത്താവ്, ഞാൻ എന്നെ ചിന്തിപ്പിച്ച കാര്യം, കർത്താവ് അവളെ വഴക്ക് പറയുന്നില്ല, കർത്താവ് അവളെ ശകാരിക്കുന്നൊന്നുമില്ല. കാരണം അത് അവളുടെ ഹൃദയത്തിൽ നിന്ന് വന്നൊരു പ്രയറാണ്. നമ്മൾ കർത്താവിന്റെ സെല്ലിൽ ഇങ്ങനെ ആയിരിക്കണം. ഹാലേലൂയ. അച്ചടി ഭാഷയിലുള്ള പ്രയറുകളെ നിർത്തിയിട്ട് സ്തോത്രം, ഹാലേലൂയ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന, ചില സമയത്ത് കർത്താവിനോട് പിണങ്ങുന്ന പോലെയൊക്കെ കർത്താവിനോട് അത് ആക്ച്വലി അവിടെ സംഭവിച്ചതാണ്. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വരുന്ന ഫ്രസ്ട്രേഷന്റെ വാക്കുകളാണ്. ഇങ്ങനെ ഹൃദയം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ദൈവത്തിന്റെ സൗഖ്യം കർത്താവിന് അറിയാം എവിടാ തുറണ്ട്. ആ ഭാഗത്ത് നാം ഹീലാകും. സ്തോത്രം. ആ ഭാഗത്ത് നമ്മളെ കർത്താവ് സൗഖ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം കുറഞ്ഞതുകൊണ്ട് ഇന്നത്തെ ചിന്ത ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. സ്തോത്രം. ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ഇനിയും ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുക. സ്തോത്രം. കർത്താവിന്റെ നാം ചിന്തിച്ചതുപോലെ നാം കുഴങ്ങേണ്ടാത്ത വിഷയങ്ങൾ, നമ്മൾ കർത്താവ് അസഹ്യം ചെയ്യാത്ത വിഷയങ്ങൾ ഒന്നും തലയിടരുത്. തലയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാലലൂയ, ഹാലലൂയ, ഇതുപോലെ കിടന്ന് നമ്മൾ നിരാശപ്പെടേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ തലയ്ക്ക് ചുറ്റും നടക്കും. പ്രത്യേകിച്ച് നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ സ്ത്രീകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ തലോട്ടെടുത്ത് വെക്കരുത്. ആവശ്യമുള്ളത് മാത്രം കൈ കൊടുക്കുക, അസൈൻ ചെയ്യേണ്ടത് മാത്രം അസൈൻ ചെയ്യുക. സ്തോത്രം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുത്തിട്ടുണ്ടോ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യുക. പരാതിപ്പെടുന്നതിനും നിരാശപ്പെടുന്നതിനും മുമ്പ് നമ്മുടെ ഹാർട്ട് എവിടെയാണ്? കർത്താവിനാണോ? കർത്താവിന് കൊടുത്തിട്ടുണ്ടോ?
ചിന്തിക്കുക. സ്തോത്രം. നമ്മൾ കമ്പയർ ചെയ്യുന്ന വിഷയങ്ങൾ മറ്റുള്ളവരുമായിട്ട്, നമ്മുടെ സിബ്ലിങ്സുമായിട്ട്, മറ്റു പ്രിയപ്പെട്ടവരൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന വിഷയങ്ങളിൽ അത് തികച്ചും മാനുഷികമാണോ, അല്ലെങ്കിൽ അതിന്റെ സ്പിരിച്വൽ തലം എന്താണെന്ന് ചിന്തിക്കുക. സ്തോത്രം. അല്ലെ, ഭാരപ്പെടേണ്ടതിന് മാത്രമാണ് ഞാൻ ഭാരപ്പെടുന്നത് ചിന്തിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഈ ചിന്തകളാൽ നാം ഈ പകൽക്കാലം അനുഗ്രഹിക്കട്ടെ. തുടർന്നുള്ള നിമിഷങ്ങൾ